സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി. ക്ഷേമ പെൻഷൻ കിട്ടാതെ 20 ലക്ഷം പേർ ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടിട്ടുണ്ട്. ബാങ്കിംഗ് നെറ്റ്വർക്കിലെ ചില പ്രശ്നങ്ങൾ മൂലമാണ് പെൻഷൻ വൈകുന്നത് എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. അതേസമയം സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കുന്നവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത്. ഇന്ന് പെൻഷൻ തുക കിട്ടും എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. കോരിച്ചെരിയുന്ന മയത്ത് ലൈഫിൽ നിർമ്മിക്കപ്പെടുന്ന വീടിന്റെ ഉമ്മറത്ത് ക്ഷേമ പെൻഷനുമായി ഏജന്റ് എത്തിയപ്പോൾ മാധവിക്കുട്ടിയമ്മ ഹാപ്പി. 2 മാസത്തെ ക്ഷേമ പെൻഷൻ 3200 രൂപ ലഭിച്ചപ്പോൾ കണ്ണാടിപ്പത്തിക്കൽ മാധവിക്കുട്ടിയമ്മയുടെ ചുണ്ടിൽ ചിരി പടർന്നു. ജീവിതത്തിൽ ആശ്വാസമാകാൻ സർക്കാർ നൽകുന്ന തുക മാത്രമാണ്. കണ്ണാടി സർവീസ് സഹകരണ ബാങ്കിലെ ക്ഷേമ പെൻഷൻ ഏജന്റ് TN രമ എത്തിയതാണ്. മാധവി അമ്മയുടെ ഭർത്താവ് പഴനിമല 12 വർഷം മുമ്പ് മരിച്ചു. ആൺമക്കളിൽ 2 പേർ അകാലത്തിൽ മരിച്ചതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട മാധവിക്കുട്ടിയമ്മയ്ക്ക് വീടെന്ന സ്വപ്നവും വിദൂരത്തായി. ഈ ഘട്ടത്തിലാണ് തൻ്റെ 3.5 സെന്റ് സ്ഥലത്ത് ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ചത്. കയറിക്കിടക്കാൻ ഉറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച സർക്കാർ ജീവിത ചെലവിനുള്ള ആശ്വാസവും നൽകിയതിനുള്ള കടപ്പാട് ഈ 73-കാരി മറച്ചുവെക്കുന്നില്ല. ഇതുപോലെ 62 ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത്. ഫെബ്രുവരി മാർച്ച് മാസത്തിലെ പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചത്. ഇനി ഏപ്രിലിലെ പെൻഷൻ മാത്രമാണ് കുടിശ്ശികയുള്ളത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക അക്കൗണ്ടിലും കൈകളിലുമായി എത്തിച്ചേരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിൽ എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.